ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ. ഓയ് വാടാപ്പൻ. അപ്പോൾ എൻ്റെ എല്ലാ മച്ചന്മാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചന്മാരെ, ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ HRC ക്ലബിൻ്റെ ഒപ്പം മൂന്നാർ ക്യാമ്പ് ടോപ്പിലേക്ക് ഒരു റൈഡ് പോവാണ്. ഒരു ഓഫ് റോഡ് ഇവൻ്റാണ് കേട്ടോ. ഈ ഒരു ഇവൻറ്റിലേക്ക് നമ്മുടെ ബൈക്കേഴ്സ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഏകദേശം 40-40ഓളം ബൈക്കേഴ്സ് ഈ ഒരു റൈഡിന് പങ്കെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 8 ബൈക്കോളം റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ ലൊക്കേഷനിൽ എത്താനായിട്ട് ഏകദേശം 4.5 മണിക്കൂറുണ്ട്. അപ്പം മൂന്നാർ എത്തുന്നതിന് മുന്നേ ആണ് നമ്മുടെ ഒരു പ്രോപ്പർട്ടിയൊക്കെ വരുന്നത്. നമ്മുടെ ചാനലിലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മച്ചന്മാർ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ. ചെറുതായിട്ട് ഇവിടെ ഒരു കുറച്ചെങ്കിലും തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല ചൂടാണ്. വേർത്ത് കുളിച്ച് നാശക്കോട്ടയായിട്ടാണ് തിരിച്ച് നമ്മളിവിടെ സ്റ്റേയിലെത്തിയത്. കൊള്ളായിരുന്നു. ചെറുതായിട്ടൊന്നും വീണതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ മൂന്നാറൊന്നും എത്തിയില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ റാന്നി ആ റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെ നോക്ക്. നല്ല രീതിക്കുള്ളൊരു മൂടൽമഞ്ഞ് നമുക്ക് പകൽ സമയത്ത്, അതായത് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കാണാൻ പറ്റേ നല്ല അടിപൊളി ക്ലൈമറ്റാണേ. നമുക്ക് അടിപൊളി നല്ലൊരു ഫീലാണേ. നമ്മളിപ്പോൾ HRC ക്ലബിൻ്റെ ഒപ്പം ഞാൻ എൻ്റെ എക്സ്പൾസിലാണ് റൈഡ് പോകുന്നത്. സാധാരണ ഹിമാലയനിലാണ് പോകുന്നത് എല്ലായിടത്തും. പക്ഷേ ഇവരുടെ ക്ലബിൻ്റെ കൂടെ ഓഫ് റോഡ് പോകാൻ വേണ്ടിയിട്ട് കൂടുതൽ വ്യൂസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു എക്സ്പൾസ് എടുത്തിരിക്കുന്നത്. നമ്മളെ ക്ലബിൽ മറ്റ് ഹിമാലയൻ അല്ലാണ്ട് 1-2 ബൈക്കുകളും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ നേര്യമംഗലം പാലം എത്തിയേട്ടാ. ഓഹേ പുതിയ പാലത്തിൻ്റെ പണി ഇപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണേ. ഇനി ഒരു 3-4 വർഷമൊക്കെ കഴിയുമ്പോൾ അപ്പുറത്ത് പുതിയ പാലമൊക്കെ വരുമായിരിക്കും അല്ലേ. വാ, ലെറ്റ്സ് ഗോ. ഇനി നമ്മുടെ ലൊക്കേഷൻ എത്താനായിട്ട് തുച്ഛമായ കിലോമീറ്ററുകൾ മാത്രം കേട്ടോ. ഏകദേശം ഒരു 40-something മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ മലപ്പുറത്തു നിന്നൊക്കെ വന്ന ടീമുകൾ വഴിയിൽ വെച്ച് ജോയിൻ ചെയ്യും കേട്ടോ. അവരെല്ലാവരും കൂടെ ചേർന്നിട്ടായിരിക്കും നമ്മൾ ഓഫ് റോഡ് കയറാൻ പോകുന്നത്. വെള്ളച്ചാട്ടം കണ്ടു ഗൈസ്. ഓഹോ, സോ മെനി പീപ്പിൾസ്. വാവ് ഗൈസ്. സ്ഥലം താടായോ ഇത് കയറ്റി വെക്കട്ടെ കളിക്കുക. ഇനിയിപ്പോ എന്ത് ചെയ്യേ. ഇപ്പൊ ശരി. നിന്നെ കാണിക്കാൻ വന്നപ്പോൾ ഒരു കട്ടതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അടിമാലി എത്താറായി കേട്ടോ. നമ്മൾ കാരായിട്ട് നിന്ന് ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ചതാണ്. നമ്മുടെ എക്സ്പെൻസിൽ ഇപ്പോഴും കാണിക്കുന്നത് ഫുൾ ടാങ്ക് ഫ്യൂലാണ് കേട്ടോ. നേരത്തെ ഞാൻ സാക്കിറിനെ കാണിക്കാനായിട്ട് പറഞ്ഞ സമയത്ത് ഒരു കട്ട കുറഞ്ഞു. ഇപ്പം വീണ്ടും ഫുൾ ടാങ്കായിട്ട് കാണിക്കുന്നത്. ഇത് വണ്ടിക്ക് വട്ടായതാണോ അല്ലെങ്കിൽ ഡിസ്പ്ലേക്ക് കംപ്ലൈൻ്റ് ആണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും കൊള്ളാം. വണ്ടി ഇനി എവിടെയെങ്കിലും നിർത്തിയിട്ട് ടാങ്ക് തുറന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫ്യൂല് ഏതുവരെ ഉണ്ടെന്നുള്ളത്. ഇനി ഇവിടെ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം 12 കിലോമീറ്ററാണുള്ളത്. 2 കിലോമീറ്ററാണ് നമ്മുടെ ഒരു ഓഫ് റോഡ് ട്രയൽസ് വരുന്നത് കേട്ടോ. അപ്പം ഏകദേശം ഒരു 10-40ഓളം ബൈക്ക് മൊത്തത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് വെച്ച് എല്ലാവരെയൊക്കെ കാണാം. ട്രയൽസ് എങ്ങനെ ഉണ്ടാവും നോക്കാം. മൂന്നാറിലേക്കുള്ള ഫുള്ള് റോഡിൻ്റെയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മൂന്നാർ ക്യാമ്പ് ടോപ്പിൻ്റെ പ്രോപ്പർട്ടി വരുന്ന ഈ ഒരു ഭാഗത്താണ് കേട്ടോ. നമ്മൾ മൂന്നാർ ടൗൺ എത്തുന്നതിന് മുന്നേ ഇവിടെ കുടുംബശ്രീയുടെ ഒരു കാറ്ററിംഗ് സെൻ്റർ ഉണ്ട്. ഇവിടെ നിന്ന് മേളിലോട്ടാണ് കേട്ടോ നമുക്ക് പോകാനുള്ളത്. അപ്പം ബാക്കി ബൈക്കുകളൊക്കെ മേളിലോട്ട് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ഇതാണ് നമ്മുടെ റൂട്ട് കേട്ടോ. ഇതുപോലെ നമ്മളെ ട്രയൽസ് തുടങ്ങാം. വാ. Wait, what happened? Yes. ക്ലച്ച് പോയി. ക്ലച്ച് പോയിട്ടുണ്ടാവും. Wow.
നല്ല രസമുള്ള ട്രാക്കാണ്. ചെറുതായിട്ട് ഇവിടെ ഒരു ആക്സിലേറ്റർ മണ്ണിൽ പൊതഞ്ഞു. ഓക്കെ, അടിപൊളി. ഇവിടെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. ഇവിടുന്ന് ആ റൂട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടൊരു 6 കിലോമീറ്റർ ഉണ്ട്. അടിമാലിക്ക് പോകുന്ന ഷോർട്ട് കട്ട് റൂട്ടാണ്. നമ്മൾ മെയിൻ റോഡ് വരുമ്പോൾ 13 കിലോമീറ്റർ ഉണ്ട് ഇടം. പക്ഷേ ഇത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള വഴിയിൽ നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഓണർ പറഞ്ഞത്. കൂടുതൽ ട്രാക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ആ ജീപ്പ് കിടക്കുന്ന വഴി അങ്ങോട്ട് പോകാൻ പറ്റും കേട്ടോ. അവിടെ ഒരു കുഞ്ഞു ജീപ്പ് കിടപ്പുണ്ടേ. കൊള്ളാം. ഇതാണ് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള വഴി പോലെ ഫീൽ ചെയ്യുന്നത്. കൊള്ളാം. അയ്യോ പോട്ട്. അത് നമ്മുടെ ഓട്ടോ എഞ്ചിനീയറെ ക്രാഷ് കാർഡേ അത് ആ ഭിത്തിയോട് ചേർന്ന് വരുന്നുണ്ടാ. ഒന്നുകിൽ ഇപ്പുറത്ത് പിടിച്ചു പോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഗ്യാപ്പ് ഇട്ട് പോ. അതവിടെ ഭിത്തിയിലിടിക്കുന്ന ബാക്ക് എടുക്ക്, ബാക്ക് എടുക്ക്, ബാക്ക് ഒറ്റ സ്വിച്ചിന് അങ്ങ് പോട്ടെ. ഒറ്റ സ്വിച്ച്. ആ പോട്ടെ. ഓയ് ഓയ് ഓയ്. വലിയ പുള്ളിയായപ്പോ അറിയില്ല അല്ലേ? അത് ശരി. ഡ്രോണ് പൈലറ്റൊക്കെ വാങ്ങി ആളെ കൊണ്ടുവന്നു. അത് ശരി. ഇതെന്താ വണ്ടി വീണോ? നിങ്ങളെ വീട് അപ്പുറത്തല്ലേ? 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച ഇവിടെ വന്നിട്ട് പോയിക്കൂടെ? എങ്ങനെയുണ്ട് ഓഫ് റോഡ്? നിന്റെ അടുത്താണ് ചോദിക്കാനുള്ളത്. കൊള്ളാനോ? ചെറുതായിട്ടൊന്ന് വീണതേ ഉള്ളൂ. ക്യാമ്പ് ടോപ്പ് മൂന്നാർ, ക്യാമ്പ് ടോപ്പ് മൂന്നാർ. ആൾക്ക് 10 രൂപ.
ഓ എൻജോയ് കളക്ഷൻ അമ്മോ കൊണ്ട് കൊണ്ട് ഞാൻ ബാക്കിലായി ചന്തി എന്റെ ചന്തിടാ Oh my god. ഇല്ല ഡേ വീണായിരുന്നോ റോട്ടിലോട് ക്ലച്ച് കുഴപ്പമില്ല അയ്യോ അതെ പോട്ട് പിടിച്ചു വെച്ചത് കളയാ പോ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ. എയർ ഫ്രെയിമാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ പോയി നമ്മൾ ലഗേജൊക്കെ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയൊരു ട്രക്കിങ്ങിനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അന്ന് വന്നപ്പോൾ കുറച്ചെങ്കിലും തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടാണ്, വേർത്ത് കുളിച്ച് നാശക്കോട്ടയായിട്ടാണ് തിരിച്ച് നമ്മളിവിടെ സ്റ്റേയിലെത്തിയത്. ഓഫ് റോഡൊന്നും വലിയ ടാസ്ക് ഒന്നും ഇല്ലായിരുന്നു. ചെറിയൊരു ഇതായിട്ടൊന്നും ആ ഇത് ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ. ഫോറസ്റ്റിൻ്റെ അതിർത്തി വരുമ്പോൾ നീ കാണിച്ചേക്കുന്നത് തെറ്റ് മോശം എന്ന് പറഞ്ഞാൽ നിനക്ക് ഹിമാലയന്റെ വണ്ടി ഉള്ളായിരുന്നു മൂസ. അപ്പം ആ ഹിമാലയൻ വണ്ടി ഒന്ന് കൊണ്ടുവരായിരുന്നു കേട്ടോ. ഹിമാലയൻ കൊണ്ടുവന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ എക്സ്പെൻസ് ആയിട്ട് കൊണ്ടുവന്നത്. നമ്മൾ ഇപ്പം ഇതെങ്കിലും ഇതിങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങട്ടുള്ളൂ ഈ വണ്ടി. അപ്പോൾ എന്തായാലും വണ്ടി അടിപൊളി, ഗുഡ് ബോയ്. ചായ കുടിക്കാൻ പറഞ്ഞു ഞാൻ കേട്ടോ കാര്യം. നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ട്രക്ക് ചെയ്ത് പോകുന്നത്.
ബൈക്കിൽ വന്നാൽ മതിയായിരുന്നില്ലേ? ബൈക്കൊക്കെ ബൈക്കൊക്കെ ഇവിടെ ഈസിയായിട്ട് കയറില്ലേ? പ്രോപ്പർട്ടിയിലെ ആള് ട്രക്ക് ചെയ്ത് നേരത്തെ പോയി. നമ്മൾ വഴി അറിയാതെ ഏതോ വഴി കൂടെ പതിയെ ഇങ്ങനെ നടന്ന് കയറി പോവാണ് കേട്ടോ. എന്നാലും കൊള്ളാം. எப்படி இருக்கு ப்ரோ ட்ரக்கிங்? നല്ല കാറ്റുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് തണുപ്പുണ്ട്. ഗൈസ് വഴി തെറ്റി നമ്മൾ ഒരാളുടെ പൊക്കത്തിന് അത്രയുള്ള പുല്ലിൻ്റെ ഇടയിൽ കൂടെ പോകും. ബ്രോ we'll go this way. We'll go this way. Anyway, we are getting close. ഇന്നിപ്പം കുഴിയിൽ വീഴും. നിങ്ങളിപ്പോൾ എൽഗാമിൽ പോയിരുന്നോ? അല്ല എപ്പോഴും നമ്മളെ മേളിലെത്തിയാണ് അല്ലേ? ബൈക്ക് ഇതിൻ്റെ മേളിൽ കയറ്റിയ ഈസി ആയിട്ട്. ദുർഘടമായ പാതയിലൂടെയാണ് കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വരുന്ന ജനറേഷൻ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെയാണ് നിങ്ങളെയൊക്കെ മാമന്മാർ. ഫൈനലി ബാക്കിയുള്ള ആൾക്കാർ നിൽക്കുന്ന ആ ഒരു സ്പോട്ടിലെത്തി കേട്ടോ. എവിടെയാടാ സൺറൈസ്? സൺസെറ്റ് എവിടെയാടാ? ഓ സോറി, സൺസെറ്റ് എവിടെയാണ് കേട്ടോ. സണ്ണൊക്കെ സെറ്റായി. അപ്പം നടന്ന് ടോപ്പിലെത്തി. പക്ഷെ നമ്മൾ വന്ന വഴിയല്ല. നിങ്ങൾ ഏത് വഴിയാണ് വന്നത്? അതുവഴിയോ? ഏത് വഴിയാണ് വന്നത്? അത് ശരി. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് എടുത്ത് വന്ന നമ്മൾ വന്ന ഷോർട്ട് കട്ടാ. അപ്പോൾ ഗൈസ് അങ്ങനെ ഷോർട്ട് കട്ട് കയറി നമ്മളിങ്ങനെ നമ്മൾ കയറി വന്നത് സൺറൈസ് കാണാൻ പറ്റുന്ന വഴി കൂടെ എന്നാ പറഞ്ഞത്. ഹായ് ഹായ്, ഐ എം ഗുഡ്. ഹായ് 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 ഹായ്. ഓ ശരി, സന്തോഷം. ഇന്ന് രാവിലെ നേരെ എയർപോർട്ടിൽ നിന്ന് ബൈക്ക് എടുത്ത് നേരെ ട്രിപ്പ് പോകും. നിങ്ങൾ സ്റ്റെപ്പ് ഇടുന്നില്ലേ? എൻ്റെ പേര് റാഷിദ്, കോഴിക്കോട് മുക്കത്താണ്. അപ്പോൾ ഗൈസ് ഗുഡ് മോർണിംഗ്. നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ക്യാമ്പ് ടോപ്പ് മൂന്നാറിൽ വന്നിട്ട്. അപ്പോൾ എല്ലാവരും എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമുണ്ട്, പുട്ടുണ്ട്, സാമ്പാറുണ്ട്, കടലുണ്ട്, ചമ്മന്തിയുണ്ട്. അപ്പോൾ എല്ലാവരും ക്യൂ നിന്ന് കഴിക്കുകയാണ്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാം. അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും വേറൊരു വഴി നമ്മൾ ഇന്നലെ കണ്ടില്ലേ ആ വഴി വീണ്ടും ട്രയൽസ് അറ്റൻഡ് ചെയ്യാൻ പോകും. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടിടാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഇവിടെ സ്റ്റേ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മൾ ബൈക്കെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ച് എല്ലാവരെയും ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റിക്കർ ബാഡ്ജൊക്കെ കൊടുത്ത് നേരെ നമ്മൾ ഒരു 3 കിലോമീറ്റർ ഓഫ് റോഡും കൂടെ കഴിഞ്ഞ് ഇവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു റൈഡിന് വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത റൈഡും വന്ന് വിജയിപ്പിക്കുക. ഓക്കെ, അടിപൊളിയല്ലേ? ഓക്കെ, അടിപൊളി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇനി നേരെ ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാൻ പോവാണ്. നന്നായി വാടാ തമ്പി, നന്നായി വാ. ഞാൻ താഴേക്കാ? ഓ ഏത്? നമ്മളാ ജീപ്പ് കടന്ന സ്ഥലമല്ലേ? ഒരു നിലവിളി ശബ്ദം കേട്ടാ ഓടി പറഞ്ഞേ.
അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളെ റൈഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവായിട്ടുള്ള റൈഡേഴ്സാണ്. അപ്പം ഒരു ബിഗിനർ ഫ്രണ്ട്ലി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന തരത്തിലൊരു ട്രാക്കാണ് നമ്മൾ ഇന്നലെ വന്നത്. ബട്ട് മഴ പെയ്തിരിഞ്ഞാലുള്ള ഒരു പ്രശ്നം മാത്രമേ ഈ ഒരു ട്രാക്കിനുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാക്ക് തന്നെയാണ് ഏലത്തോട്ടിൽ നിന്ന് ഇടുക്കൂടെയുള്ള ഒരു അടിപൊളി വഴി. അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഒരു ട്രാക്കിൽ വന്ന് ഓഫ് റോഡ് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് ക്യാമ്പ് ടോപ്പ് മൂന്നാർ. അത് തന്നെ. അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം ഐ ഡിയും കോൺടാക്ട് ഡീറ്റെയിൽസും കൂടെ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. കൊള്ളാം, അടിപൊളി. അപ്പോൾ നമുക്ക് ഈ റൂട്ടാണ് കേട്ടോ പോകാനുള്ളത്. ജസ്റ്റ് കുറച്ചൊന്ന് അങ്ങോട്ട് പോയി നോക്കാം എന്താണ് അവസ്ഥയെന്ന്. കുഴപ്പമില്ല, ഇതുപോലുള്ള ട്രാക്കായിരിക്കും അങ്ങോട്ടും ഉള്ളത്. അപ്പം നമുക്ക് എന്തായാലും പോവാം. ഇനി കുറച്ച് തിരിച്ച് നടന്നു പോവേ. ചെറുക്കാട് ഓഹൈ പോകും കേട്ടോ. നല്ല രസമുള്ള ട്രാക്ക്, അടിപൊളി. സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ട്രാക്ക്. വലിയ കല്ലുകളൊക്കെ ഉണ്ട്. അയ്യോ ഒരാളുടെ ഹൈറ്റിലൊക്കെ പുല്ല് വളർന്നിരിക്കുന്നത്. ബാക്കിയുള്ളവർ വരട്ടെ. ബ്രോ ഷൂ ലേസ് വെയിറ്റ് ബ്രോ. പോവാ. Go. അയ്യോ എങ്ങോട്ടാ പോണ്ടേ? റോഡ് അങ്ങോട്ടായിരിക്കും. മാപ്പൊന്ന് ഓപ്പണാക്കി നോക്ക്. ഓ ഗൈസ്, വഴിമുട്ടി. യെസ്, നമ്മൾ ഈ വഴി പോവാ. ലാസ്റ്റ് വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു അടയാളം വെക്കണം. ഈ വഴി ആയിരിക്കൂലേ? യെസ്, വെരി ഗുഡ്. നമ്മൾ പോയിട്ട് ഇതല്ല വഴിയെന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് തിരിച്ചു വെക്കാം. അടയാളം വെക്കുക. ഇതൊന്നും കൂടെ കെട്ടി ചുറ്റി വയ്ക്കാം.
അല്ല അവിടെ ഇത് കെട്ടിയിട്ടുണ്ട്, ഇത് മതി. ഒരു എല്ലാം കൂടെ കെട്ടിക്കോ, ഒന്നും കൂടെ കെട്ടാൻ പറ്റും നോക്ക്. എടാ ഇത് കെട്ടിക്കോ, ആ വള്ളി കഴിച്ചിട്ട് ഇതിൽ കെട്ടിക്കോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് വരുന്ന വഴിക്ക് റോഡ് 2 തിരിയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോകേണ്ട റൂട്ട് ഇതാണെന്ന് നമ്മൾ വിചാരിച്ചിട്ട് ഇങ്ങോട്ടുള്ള റൂട്ട് ഇതാ ഇങ്ങനെ കെട്ടി ക്രോസ് ചെയ്ത് വെച്ചേക്കാന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ഓക്കെ, ഓൾ സെറ്റ്, പോയി നോക്കാം. ഗൈസ് വഴി തെറ്റി ഗൈസ്. ഏതോ വന്യമൃഗത്തിൻ്റെ കാൽപ്പാടൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓ വാ, അന്ന് കക്കാടംപൊയിൽ ആനക്കാംപൊയിൽ പോയ ഒരു ഫീൽ കേട്ടോ. അന്ന് നല്ല മഴയുണ്ടായിരുന്നു, നല്ല അടിപൊളി കോടമഞ്ഞുണ്ടായിരുന്നു, ക്ലൈമറ്റൊക്കെ സൂപ്പറായിരുന്നു. കുറേ എഫേർട്ടൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അന്ന് അവിടുത്തെ ഒരു ട്രയൽസ് അറ്റംപ്റ്റ് ചെയ്തത്. ആ ട്രയൽസ് ചെയ്തതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ചാനലിൽ ഇതിനോടകം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. ജസ്റ്റ് ഇത് കണ്ടിട്ട് സമയമുള്ളവർ അതും കൂടെ ഒന്ന് കണ്ടേക്കേ. ട്രാക്ക് മാറ്റി പിടിച്ച ഓ ഇൻട്രസ്റ്റിംഗ്. ഒരു ഗ്രൗണ്ട് എത്തി. ഓ ആഹാ, മെയിൻ റോഡ് എത്തി ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രാക്ക്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. നല്ല അടിപൊളി ട്രാക്കായിരുന്നു കേട്ടോ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചു പോവാം. വാവ്, ചെളി കളിക്കണം എന്നുള്ളവർക്ക് ചെളി കളിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഓഫ് റോഡ് ട്രയൽസ് ഇത്രയേ ഉള്ളൂ. ഞാൻ വീണ്ടും വന്ന വഴി ഒന്ന് അങ്ങോട്ട് പോവാം, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. എനിവേ ഓൾ ഗുഡ്. വയ്ക്കോ ആ, നോ പ്രോബ്ലം. പോട്ടെ ആ കഴിഞ്ഞു. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ മൂന്നാർ ഗ്യാപ്പ് റോഡൊക്കെ കറങ്ങി തിരിച്ച് വേറൊരു പ്രോപ്പർട്ടിയിൽ വന്നിരിക്കുകയാണ്. ഇത് ഇടുക്കി പ്രകാശം എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊരു പ്രോപ്പർട്ടിയാണ്. ഒരു എയർ ഫ്രെയിം സെറ്റപ്പാണ് കേട്ടോ. നമ്മൾ റൈഡ് കഴിഞ്ഞ് കുറച്ച് പേര് നേരെ ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. നല്ല അടിപൊളി തേയില തോട്ടത്തിന് നടുക്ക് വരുന്ന ഒരു സൂപ്പർ പ്രോപ്പർട്ടിയാണ് കേട്ടോ. നമുക്ക് സിംഗിളായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ നമ്മളെ വേണ്ടപ്പെട്ടവരായിട്ടൊക്കെ നമുക്ക് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സെറ്റപ്പാണ്. ഇതിൻ്റെ അകമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു പൂളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും വന്ന് നേരെ പൂളിലൊക്കെ ചാടി തിമിർത്ത് കുളിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇനി നാളെ രാവിലെ ആയിരിക്കും ഇവിടെ നിന്ന് പോകുന്നത് വീട്ടിലോട്ട്. ഇവിടെ നമുക്ക് എത്ര ടെൻറ്റ് വേണമെങ്കിലും ഇടാനുള്ള സൗകര്യമുണ്ട്. ഒരു സ്റ്റേജ് സെറ്റപ്പ് ഉണ്ട്, പൂളുണ്ട്, എയർ ഫ്രെയിം ഉണ്ട്, ബൈക്കുകളൊക്കെ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. എങ്ങനെയുണ്ട് പ്രോപ്പർട്ടി? അടിപൊളി. അപ്പോൾ ഇതിനകത്തുള്ള വിഷ്വലും കൂടെ ഞാൻ കാണിച്ചു തരാവേ. അപ്പം ഇതാണ് എയർ ഫ്രെയിം സെറ്റപ്പ്. ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു TV യൂണിറ്റ് വരുന്നുണ്ട്, വാഷ് ബേസ് വരുന്നുണ്ട്, ഡൈനിങ്, കിച്ചൺ, പിന്നെ ഇത് ഒരു ബെഡ്റൂം, ഇത് അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ അകത്ത് ബാത്റൂമുണ്ട്. പിന്നെ മേളിലും സ്റ്റേ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പ് വഴി മേളിൽ കയറിപ്പോയാൽ മതി. അപ്പം അല്ലേ, ആ പേര് പറയും ദീപു. അപ്പോൾ നമ്മളെ ഈ പ്രോപ്പർട്ടിയുടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? ഇത് കറക്റ്റ് പ്രകാശം നമ്മളെ മഹേഷിന്റെ പ്രതികാരം ഷൂട്ട് ചെയ്ത അതേ ലൊക്കേഷനല്ലേ. അവിടെ നിന്ന് നടന്നു വരാന്നുള്ള ദൂരേ ഉള്ളൂ നമ്മുടെ പ്രോപ്പർട്ടിക്ക്. നമുക്ക് പെർ ഹെഡ് ഇവിടെ സ്റ്റേ എങ്ങനെയാണ് വരുന്നത്? എത്ര പേർക്ക് നമുക്ക് സ്റ്റേ ചെയ്യാം? ആളെണ്ണമൊക്കെ കൂടുതലുണ്ടെങ്കിൽ പെർ ഹെഡ് 1000 രൂപ. പിന്നെ സിമ്പിൾ മുകളിലൊരു 4000 രൂപ എക്സ്ട്രാ വരും. ഓക്കെ. അപ്പം സീസൺ അനുസരിച്ചിട്ട് ഈ പറഞ്ഞ പ്രൈസിലേക്ക് വ്യത്യാസം വരാനുള്ള സാധ്യത ഉണ്ടല്ലേ? ഗ്രൂപ്പായിട്ട് വരുന്നുണ്ടെങ്കിൽ വേറൊരു പ്രൈസ്, സിംഗിളായിട്ട് വരുന്നുണ്ട് വേറെ പ്രൈസ്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസിന് നമുക്ക് ബ്രോയുടെ ചേട്ടൻ്റെ നമ്പറും കൂടെ താഴെ കൊടുത്തേക്കാം. ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? ഓക്കെ. അപ്പം നമ്മളിനി ബാക്കി പരിപാടിയിലോട്ട് കിടക്കട്ടെ. ഒന്ന് ഫുഡ് കഴിക്കണം, റെസ്റ്റ് എടുക്കണം. അപ്പം ഇതാ വരുന്ന വഴിക്ക് വേറൊരു എക്സ്പ്രസ് കൂടെ കണ്ടോ. ഇവിടെ ഉള്ള ഒരാളുടെ ഇതാരുടെ വണ്ടിയായിരുന്നു? കരടി എന്നുള്ള ഒരാളുടെ വണ്ടി എന്ന് പറയണം. നമ്മളെ വണ്ടി പോലെ ഏറെക്കുറെ എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. അതിൽ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ഇതിലും ചെയ്തിട്ടുണ്ട്. ഫുൾ സിസ്റ്റം ഓട്ടോ ഇങ്ങനെ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ROBയുടെ ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഫെൻഡർ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഫ്രണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ വെച്ചിരിക്കുന്നതും ബൈസൻ്റെ ക്രാഷ് കാർഡാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. എന്നാൽ ബാക്കി നാളെ കാണാം. ഓക്കെ. ഇവർ രണ്ടുപേരും ബൈ പറഞ്ഞില്ല. ബൈ പറയണം. ബൈ.
അപ്പോൾ ഗൈസ് അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തിരിക്കുന്ന സമയം 6 മണി ആവാറായി. നമ്മൾ എല്ലാ ബൈക്കും, അതായത് ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്ത എല്ലാവരുടെയും ബൈക്കുകളാണ് കേട്ടോ ഈ നിരത്തി വെച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഇന്നലെ രാത്രി കാണിച്ചൊരു കാഴ്ചയുടെ ബാക്കിയാണ് കേട്ടോ. ബൈക്കുകൾ തമ്മിൽ കോർത്തിട്ട് ആരുടെയോ അണ്ടർവെയർ ഉണക്കാനിട്ടേക്കുന്നു ഈ മഞ്ഞത്ത്. അപ്പം ഇത് ഊരി മാറ്റിയിട്ട് ഇനിയിപ്പം ഞാൻ ഒറ്റയ്ക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഓഫ് റോഡ് വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ വീഡിയോയിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത ക്യാമ്പ് ടോപ്പ് മൂന്നാറിൻ്റെ ആ ഒരു സ്റ്റേയുടെ കാര്യങ്ങളും നമ്മളിന്നിപ്പം നിൽക്കുന്ന ഈ ഒരു കമീലിയോ എന്ന് പറഞ്ഞ ഈ വലിയ എയർ ഫ്രെയിമിൻ്റെ സ്റ്റേയുടെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പോയ ഓഫ് റോഡ് ട്രയൽസ് എങ്ങനെയുണ്ട്, ആർക്കെങ്കിലും ഇനി അത് അറ്റംപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ HRC ക്ലബ്ബിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിരുന്നാൽ മതി. ആ പേജും കൂടെ താഴെ കൊടുത്തേക്കാം. നിങ്ങളൊരു ഹിമാലയൻ ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മളൊപ്പം ഒന്ന് ഉറപ്പായിട്ടും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ട്രയൽസൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ലൈഫ് അടിപൊളിയാക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിവിടെ നിന്ന് ഇറങ്ങാന്ന്. അപ്പം മറ്റൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. എൻ്റെ എല്ലാ മച്ചന്മാർക്കും ഒത്തിരി സ്നേഹത്തോടെ ഇറ്റ്സ് മീ ഹിമാലയൻ മച്ച സൈനിങ് ഓഫ്.